നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ കിട്ടാൻ ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ജോലി കിട്ടുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ നാട്ടിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുന്നതല്ലാതെ അതിനൊരു കുറവ് സംഭവിക്കുന്നില്ല. കാരണം ഓരോ വർഷം കൂടുന്തോറും പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഈ നാട്ടിലുള്ള യങ്സ്റ്റേഴ്സിന് അവസരങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസരങ്ങളില്ല. അവസരങ്ങൾ നല്ലതുപോലെ കുറവാണ്. എന്നാൽ ഈ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനുള്ള എന്തെങ്കിലും മെഷേഴ്സ് ടേക്ക് ചെയ്യുന്നുണ്ടോ? അതും ഇല്ല. പിന്നെ എന്ത് ചെയ്യും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ? പഠിച്ചിറങ്ങുക, തേരാപ്പാര നടക്കുക. അഥവാ ജോലി കിട്ടിയാൽ തന്നെ വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളം മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ശമ്പളം കൂട്ടിത്തരാൻ പറയാൻ പറ്റുമോ? നമ്മളെ പിരിച്ചുവിടും. കാരണം ഇഷ്ടം പോലെ എംപ്ലോയീസ് നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ പിരിച്ചുവിടുക എന്ന് പറയുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. അതിനാൽ മാക്സിമം എല്ലാ ആൾക്കാരും തുച്ഛമായിട്ടുള്ള ശമ്പളമാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ജോലിയിൽ പിടിച്ചു നിൽക്കും. അവർ നേരിടുന്ന ചൂഷണങ്ങളൊക്കെ സഹിച്ച് അവിടെ പിടിച്ചു നിൽക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള പല യങ്സ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞിട്ടുള്ള പല യങ്സ്റ്റേഴ്സും വെളി രാജ്യങ്ങളിലേക്കൊക്കെ പോയി ജോലി നോക്കുന്നത്. UAE-യിലേക്കോ UK-യിലേക്കോ ഒക്കെ ചേക്കേറി കഴിഞ്ഞാൽ അവിടെ നല്ലതാണ്. അവിടെ സാധാരണ ഒരു ജോലിയാണെങ്കിലും അത്യാവശ്യം വരുമാനം കിട്ടും. ഇവിടെയോ വരുമാനമില്ല. മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ച് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ശമ്പളം കൂടുന്നുണ്ടോ? അതും ഇല്ല. അതുകൊണ്ട് മിക്ക ആൾക്കാരും പുറത്തേക്ക് പോയി ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നവരുടെ എണ്ണം കൂടിയതോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ട്രാവൽ ഏജൻസികൾ, ജോലി വാഗ്ദാനം ചെയ്യുന്ന ഏജൻസികളുടെ എണ്ണം ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുക്കിലും മൂലയിലും നമുക്ക് അങ്ങനൊരു ഏജൻസിയെ കാണാൻ സാധിക്കും. ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി പേജുകൾ കാണാം. അപ്പോൾ ഇവരുണ്ടെങ്കിൽ നമുക്ക് എല്ലാം സുഖമായിട്ട് നടക്കും. ഈ ഏജൻസിയെ ഏൽപ്പിച്ചാൽ മതി. പൈസ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കോളും. നമുക്കുള്ള വിസ, ടിക്കറ്റ്, ഏതാണ് ജോലി, നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും. എന്നിട്ട് നമ്മൾ ഈ രാജ്യത്ത് നിന്ന് കയറി ആ രാജ്യത്ത് എത്തി നമ്മൾ ജോലിയിൽ കയറുന്നിടം വരെയുള്ള കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് അവർ നോക്കിക്കോളും. അതുകൊണ്ട് ആൾക്കാർ കൂടുതലും ഈ ഒരു ഏജൻസിയെ സമീപിക്കും. അവരുടെ കയ്യിൽ കൊണ്ടുപോയി പൈസ കൊടുക്കും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഓരോ കാര്യം കൂടുന്നതിനനുസരിച്ച്, ഇപ്പോൾ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് അങ്ങനെ ജോലിയില്ലാത്ത ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും കൂടുതലാണ്. അതിനാൽ ഇപ്പോൾ ഉള്ള ഈ ഏജൻസികളിൽ പകുതിയും ഫേക്ക് ഏജൻസികളാണ്. നമ്മൾ നോക്കുമ്പോൾ അവരുടെ രജിസ്ട്രേഷനും സർട്ടിഫിക്കറ്റും ഒക്കെ കാണും. പക്ഷേ മൊത്തം തട്ടിപ്പായിരിക്കും. നമ്മൾ കൊടുക്കുന്ന പൈസ പിന്നെ പുക പോലെ പോകും. എവിടെ പോയെന്ന് ഒരറിവും കാണത്തില്ല. അവസാനം പൈസയും പോവും, ജോലിയും ഇല്ല. വല്ലാത്തൊരവസ്ഥയാവും. കാരണം ഉള്ളതൊക്കെ നുള്ളിപ്പറക്കിയായിരിക്കും മിക്ക ആൾക്കാരും ഈ ഏജൻസിയിലേക്ക് കൊണ്ടുപോയി പൈസ കൊടുക്കുന്നത്. അവസാനം കയ്യിലുണ്ടായിരുന്ന പൈസയും പോവും, ജോലി കിട്ടിയോ? അതും ഇല്ല. ഇപ്പോഴത്തെ റീസെൻ്റ്ലി അങ്ങനൊരു ഏജൻസിയുടെ തട്ടിപ്പ് നടത്തിയ ഏജൻസിയുടെ വാർത്ത പുറത്തു വന്നേക്കാണ്. ഈ ഏജൻസി നടത്തിയത് ഡോക്ടർ കാർത്തിക എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയാണ്. ഈ പുള്ളിക്കാരിക്ക് അത്യാവശ്യം വരുമാനമൊക്കെയുള്ള ജോലിയുള്ള ഡോക്ടറാണ്. ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. പുള്ളിക്കാരിയുടെ ഇൻസ്റ്റഗ്രാം പേജ് കാണണം. ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ തട്ടിപ്പുകാരിയാണെന്ന് പറയത്തില്ല. മാന്യതയോടുകൂടി ജീവിക്കുന്ന ഒരു സ്ത്രീ എന്ന് മാത്രമേ പറയത്തുള്ളൂ. അപ്പൊ ഈ കാണിച്ചേക്കുന്നതാണ് പുള്ളിക്കാരിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ. തൊട്ടിപ്പുറത്ത് കൊടുത്തേക്കുന്നതാണ് പുള്ളിക്കാരിയുടെ ട്രാവൽ ഏജൻസിയുടെ പ്രൊഫൈൽ. അപ്പോൾ കുറേ നാളുകളായിട്ട് ഈ ഒരു ട്രാവൽ ഏജൻസി പുള്ളിക്കാരി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിസ നൽകും, ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ളൊരു ഏജൻസിയാണ്. പക്ഷേ ഇതിപ്പോൾ തട്ടിപ്പാണ് എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു വാർത്ത കണ്ടു നോക്കാം. കൊച്ചിയിൽ തൊഴിൽ തട്ടിപ്പ് നടത്തിയ യുവതിയായ ഡോക്ടർ അറസ്റ്റിൽ. ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഉടമ കാർത്തിക പ്രദീപാണ് അറസ്റ്റിലായത്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി എസ് രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയതെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. എന്താണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നാണ് ഇവരെ എറണാകുളം സെൻട്രൽ പോലീസ് പിടികൂടിയത്. നിരവധി പരാതികൾ ഇവർക്കെതിരെ പോലീസിന് ലഭിച്ചിരുന്നു. അതായത് വിദേശത്തേക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തി എന്നതായിരുന്നു പരാതികൾ. ഇതിനോടകം 5 കേസുകൾ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പല പോലീസ് സ്റ്റേഷനുകളിലും ഇവർക്കെതിരെ കേസുള്ളതായാണ് വ്യക്തമാകുന്നത്. ഇവർ ഡോക്ടറാണ് എന്നും പോലീസ് പറയുന്നു. വിവിധ ആശുപത്രികളിലും ഇവർ ജോലി നോക്കിയിട്ടുള്ളതായാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. എന്തായാലും ഇത്തരത്തിൽ നിരവധി സ്ത്രീകളാണ് ഇതിൽ കൂടുതൽ ചതിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പണം നഷ്ടമായിരിക്കുന്നത്. ഇവർക്ക് പൈസ കൂടുന്നതിനനുസരിച്ച് മനുഷ്യരുടെ ആർത്തി കൂടുമെന്ന് പറയുന്നത് ചുമ്മാതെയല്ല. അത്യാവശ്യം ജീവിക്കാൻ ചുറ്റുപാടുള്ള ഒരു സ്ത്രീയാണ് അവര്. ഡോക്ടറാണ്, നല്ല വരുമാനം കാണും. അപ്പൊ അതിനനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ പോരെ. ഈ പാവങ്ങളെ പറ്റിച്ച് ജീവിക്കണോ? ഒരുപാട് ആൾക്കാർ പുള്ളിക്കാരിയുടെ തട്ടിപ്പിൽ വീണിട്ടുണ്ട്. ഒത്തിരി ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തേക്കുന്നത്.
അപ്പൊ നമ്മൾ പറയും സൂക്ഷിക്കണ്ടേ. പക്ഷേ ഇവിടുത്തെ ഒരു വിഷയം, ഇപ്പൊ ഈ തട്ടിപ്പുകാരൻ നല്ല ഹൈടെക് ആണ്. എല്ലാ പേപ്പേഴ്സും ശരിയാക്കി വെച്ചുകൊണ്ടാണ് ഇവരൊക്കെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ രജിസ്ട്രേഷൻ കാണും, ലൈസൻസ് കാണും, എല്ലാം കാണും. ലൈസൻസ് എടുത്തിട്ടാണ് തട്ടിപ്പ് നടത്തുന്നത്. ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ള ഒരു വ്യക്തി സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ എങ്ങനെയാണ് ഇതിൽ പെട്ടത്? ഞങ്ങളിത് ഇൻസ്റ്റാഗ്രാമിൽ ആഡ് കണ്ടിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിട്ടാണല്ലോ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് കണ്ടു, ഞങ്ങളിവരെ വിളിച്ചു, ഒരു ഓഫീസിലേക്ക് വിളിച്ചു, ഡയറക്റ്റ് പോയി മീറ്റും ചെയ്തു. ആ മീറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു ഞങ്ങൾ UK-യിലേക്കാണ് ചെയ്യുന്നത്, സൂപ്പർ മാർക്കറ്റിലേക്കാണ് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത് പറഞ്ഞു. അതെന്ന് പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞ് ലൈസൻസും കാണിച്ചു തന്നു. ലൈസൻസ് ഉള്ള അപ്പോൾ നമ്മൾ വിശ്വസിച്ച് പോയി. അപ്പം കുറേ തട്ടിപ്പിൻ്റെ കാര്യം പുറത്തൊക്കെ അറിയുന്നത്, പക്ഷേ എന്നാലും ലൈസൻസും അങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ വിശ്വസിച്ചു. അങ്ങനെ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് 25 അടയ്ക്കണം. അപ്പോൾ ഓക്കെ 25 അടച്ചു. പിന്നെ എന്താണ് ഞങ്ങളൊരു 2 lakhs അടയ്ക്കാൻ പറഞ്ഞു. 2 lakhs അടച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി പേയ്മെൻറ്റൊക്കെ നിങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ സാലറിയിൽ നിന്ന് പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ അങ്ങനെ ഞങ്ങൾ ഓക്കെ ആയി. അപ്പോൾ മിനിമം പൈസയിലാണ് പോകാൻ വിചാരിച്ചത്. അപ്പോൾ ഹാപ്പിയായി. അപ്പോൾ ക്രെഡിബിലിറ്റി ഉള്ള ഒരാളാണ്, ഇങ്ങനെ തട്ടിപ്പ് നടത്തില്ല എന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാവരും ഈ തട്ടിപ്പിൽ പെട്ടേക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വിദേശം എല്ലാവരും കുറേ പേരെ പറ്റിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഞാൻ. പറയുന്ന സ്ഥാപനത്തിൽ ഇതുപോലെ നിങ്ങളെപ്പോലെ വന്ന് ചേർന്നിട്ടുണ്ടല്ലോ, അപ്പം അവർക്ക് ആർക്കും തന്നെ വിദേശത്തേക്ക് പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെയാണ് ഇവിടെ തട്ടിപ്പ് കുറേ കാലമായില്ലേ തുടങ്ങിയിട്ട്? കുറേ കാലം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരും. നമ്മൾ പൈസ കൊടുക്കുന്ന സമയത്ത് ആദ്യം നമ്മളോട് നല്ല മാന്യതയോട് കൂടിയിട്ടായിരിക്കും പെരുമാറുന്നത്. നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി തരും, എല്ലാം ഫോളോ അപ്പ് ചെയ്യും. ത്രൂ ഔട്ട് എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യും. നമ്മുടെ നിന്ന് മാക്സിമം പൈസ വാങ്ങിച്ചെടുക്കും. അവസാനം പിന്നെ അവരുടെ സ്വഭാവം മാറും, പിന്നെ ദേഷ്യമാകും. നമ്മൾ വിളിക്കുമ്പോൾ നമ്മളോട് ദേഷ്യപ്പെടും, നമ്മളോട് ഓരോന്നൊക്കെ പറയും, ഇനിയും പൈസ വേണമെന്ന് പറയും. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇവരുടെ ഒരു സ്ഥിരം പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോലി കിട്ടാതായത് നമ്മുടെ കുറ്റം കൊണ്ടാണ് എന്ന് പറഞ്ഞ് നമ്മുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കും. പിന്നെ ആ കിട്ടിയ പൈസ ഇവർക്ക് ചുളുവിന് അടിച്ചെടുക്കാം. ആ പൈസ കൊണ്ട് അവർ വേറെ ഒന്നും അറേഞ്ച് ചെയ്ത് കാണത്തില്ല. വിസയ്ക്കും അങ്ങനത്തെ കാര്യങ്ങൾക്കും ഒന്നും അറേഞ്ച് ചെയ്ത് കാണത്തില്ല. നമ്മളോട് കുറേ കാര്യങ്ങൾ പറയും, ഇന്നത് ചെയ്യണം, അത് ചെയ്യണം, പരീക്ഷ എഴുതണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണ് ഇത് നഷ്ടപ്പെട്ടത്, പൈസ നഷ്ടപ്പെട്ടത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ട് ഇവർ മുങ്ങും. അതാണ് ഇവരുടെയൊക്കെ സ്ഥിരം പരിപാടി. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ റിവ്യൂസ് വരുന്ന ഒരുപാട് ആൾക്കാർ പറയുന്ന ആൾക്കാരോട് ചോദിക്കുക. ഈ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ മാത്രം കാണാതെ ലൈവായിട്ട് ആൾക്കാരോട് ചോദിക്കുക. ഇവരുടെയൊക്കെ ഏജൻസികളിൽ നിന്ന് ജോലി കിട്ടിയിട്ട് പോയ ആൾക്കാരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. അവരോട് ചോദിക്കുക ഇവരുടെ പെരുമാറ്റം എങ്ങനെയാണ്. അങ്ങനെയെല്ലാം ചോദിച്ച് വളരെ വ്യക്തമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രമേ ഇത്തരം ഏജൻസികളെ സമീപിക്കാവൂ. ഇതുപോലുള്ള ഏജൻസികൾ തട്ടിപ്പ് നടത്തിയ എന്തുമാത്രം വാർത്തയാണ് നമ്മൾ ഇത്രയും നാളിനിടയിൽ തന്നെ കേട്ടിട്ടുള്ളത്. ഈ ഒരു 2 വർഷത്തിനിടയിൽ ഒരുപാട് തട്ടിപ്പ് ഏജൻസികളുടെ വാർത്ത നമ്മൾ കണ്ടു. പക്ഷേ നമുക്ക് പൈസ തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറേ ബുദ്ധിമുട്ടാണ്. നമ്മൾ പിന്നെ അലഞ്ഞു തിരിഞ്ഞതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. അവസാനം ജോലിയും കാണത്തില്ല, പൈസയും കാണത്തില്ല, വല്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. പൈസ ഉള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പൈസ ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇവരുടെ വലയിൽ കൂടുതൽ വീഴുന്നത്. പൈസയുള്ള പവറുള്ള ആൾക്കാരെ ഒന്നും തന്നെ ഇവർ തട്ടിപ്പ് നടത്തത്തില്ല. പൈസ ഇല്ലാത്ത സാധാരണക്കാരുമായിട്ട് ഇവർ ഈ തട്ടിപ്പ് നടത്തത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക. നമ്മുടെ പൈസയാണ്, നമ്മൾ എവിടേക്കാണോ പൈസ കൊണ്ടിടുന്നത് അത് സൂക്ഷിച്ച് കണ്ട് മാത്രം ചെയ്യുക. ഒരു ലൈസൻസ് എടുത്ത് കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് പേപ്പർ കാണിച്ചുകൊണ്ട് മാത്രം നമുക്ക് അവരെയൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. റിവ്യൂസ് നോക്കുക, ഒരുപാട് ആൾക്കാരോട് ചോദിക്കുക, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് ചോദിക്കുക, അങ്ങനെ മാത്രം ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിനെ ഡയറക്റ്റ് ആയിട്ട് സമീപിക്കുക. ഇവരിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കുന്നതിന് മുമ്പ്. പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇവർക്കൊക്കെ ഒരുപാട് പിടിപാട് കാണും. ഇപ്പൊ ഇവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. ഈ കാർത്തിക എന്ന് പറയുന്ന ഈ പെണ്ണിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവള് ജാമ്യത്തിലിറങ്ങും. അവൾ പിന്നെ വേറെ എന്തെങ്കിലും പരിപാടി തുടങ്ങും. പൈസ പോയവർക്ക് പൈസ തിരിച്ചു കിട്ടുമോ? അതുമില്ല.